ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിക്ചർ ജേണി. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ തയ്യാറായിക്കോളൂ. സാധാരണ ജീവിതത്തിൽ നിന്ന് അസാധാരണമായിട്ടുള്ള ജീവിതത്തിലേക്ക് പോവുകയാണ് നിങ്ങൾ. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറായിക്കോളൂ. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ ജീവിതം അസാധാരണമായിട്ടും വളരെ മനോഹരമായിട്ടും നിങ്ങൾക്ക് തോന്നുന്നതാണ് ഇനി അങ്ങോട്ട്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നിങ്ങൾക്ക് എന്തോ ഒരു സന്തോഷം ലഭിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് ആ സന്തോഷം ലഭിച്ചല്ലോ എന്നുള്ള രീതിയിൽ തുള്ളിച്ചാടത്തില്ലേ, ആ ഒരു രീതിയിൽ നിങ്ങൾ തുള്ളിച്ചാടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം. അതായത് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു പുതിയ രൂപം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിട്ട് അതായത് നിങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു നിങ്ങളുടെ പേഴ്സണാലിറ്റി ഈ രീതിയിൽ മാറുമെന്ന്. ആ രീതിയിൽ മാറാൻ പോവുകയാണ്. ചില സമയങ്ങളിൽ നമുക്ക് നമ്മളെപ്പോലും അറിയാൻ സാധിക്കത്തില്ല. ആ രീതിയിലായിരിക്കും നമ്മളുടെ ആ ഒരു എനർജി ചേഞ്ച് ആവുന്നത്. അതായത് മറ്റുള്ളവരെ പോലെ തമാശകൾ പറയുക, എൻജോയ് ആയിട്ട് സംസാരിക്കുക, അങ്ങനെയുള്ള ഒരിത് നമുക്ക് ചിലപ്പോൾ പറ്റില്ലായിരിക്കാം. പക്ഷേ ചില സമയം കഴിയുമ്പോൾ നമ്മൾ ആ വ്യക്തികൾ എന്താണോ ചെയ്തത് അതേപോലെ നമ്മളായി മാറും. ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു, തമാശകൾ പറയുന്നു, ചിരിച്ച് കളിച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നും, ഇതിന് മുന്നേ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, പെട്ടെന്ന് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ ചേഞ്ച് ആയല്ലോ എൻ്റെ എനർജി എന്ന്. കാരണം നമ്മുടെ ആ ഒരു വിഷമങ്ങളാണ് നമ്മളെ ആ ഒരു ഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്കിപ്പോൾ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ചിരിച്ച് സംസാരിച്ച് ഇരിക്കുമോ? ഇല്ല, നമ്മൾ വിഷമത്തിൻ്റെ ഭാവത്തിലായിരിക്കും. പക്ഷേ കുറച്ചെങ്കിലും നമ്മുടെ ലൈഫ് ഒന്ന് ഈസി ആകുമ്പോൾ നമുക്ക് ആ ഒരു ഭാവം വരും. എൻജോയ് ചെയ്യണം, നല്ല രീതിയിൽ ലൈഫ് നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകണം, അങ്ങനൊരു ഭാവം നമുക്കുണ്ടാകും. ഇവിടെ ഓരോ വ്യക്തിയും ഒത്തിരി പെയിൻ അവർക്ക് ജീവിതത്തിൽ ലഭിക്കുമ്പോൾ അവർ വിചാരിക്കും ഇങ്ങനെ തന്നെ ദിവസങ്ങൾ മുന്നോട്ട് പോട്ടെ, ഒരു സന്തോഷവും വേണ്ട, ഒന്നും വേണ്ട, ഈ പെയിനിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിക്കും. പക്ഷേ ഇനി അങ്ങനെയല്ല. നിങ്ങളുടെ ലൈഫ് അസാധാരണമായിട്ടൊരു ചേഞ്ച് വരാൻ പോവുകയാണ്. ഇനി നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരാൻ പോവുകയാണ്. ഇനി നിങ്ങൾ ഓരോ നിമിഷവും എൻജോയ് ചെയ്തിട്ട് ജീവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ നിങ്ങളുടെ ആ ഒരു എനർജി കാണുമ്പോൾ ഇത് ഞാനായിരുന്നോ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ചേഞ്ച് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ സമയത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്, ലൈഫിലെ തന്നെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് നിങ്ങൾക്ക് വരാൻ പോകുന്ന സമയം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റിയുടെ വ്യത്യസ്തമായിട്ടുള്ള രൂപം നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ തോന്നലുണ്ടാകും, എനിക്ക് ഇത്ര പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് എന്നിലുണ്ടായല്ലോ ദൈവമേ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വമാണ്. വളരെ വലിയ ഒരു രീതിയിൽ നിങ്ങളുടെ വ്യക്തിത്വം ചേഞ്ച് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ മേൽ ഒരു രീതിയിലുമുള്ള ഒരു പരിസ്ഥിതിയും നിങ്ങളുടെ മേൽ എഫക്റ്റ് ആവത്തില്ല. അത് നിങ്ങൾ ഇത്രമാത്രം സന്തോഷമായിട്ടിരിക്കും. നിങ്ങൾക്ക് തന്നെ സംശയം തോന്നും, ദൈവമേ എനിക്ക് ഇത്രമാത്രം ചേഞ്ചസ്, ഇത്രമാത്രം ഹാപ്പിയായിട്ട് എനിക്കിരിക്കാൻ സാധിക്കുന്നല്ലോ, മുന്നേ ഞാൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ ഈ വാക്കുകളൊന്നും ചിലപ്പോൾ വിശ്വസിക്കണമെന്നില്ല. നിങ്ങൾക്ക് തോന്നും ഇവർ എപ്പോഴും പറയും പോലെ ചുമ്മാ പറയുന്നതാണ് എന്ന്. പക്ഷേ ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് ഈ ഒരു ജീവിതം ജീവിക്കാൻ സാധിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും നിങ്ങൾക്കതിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. എന്തിലും നിങ്ങൾക്ക് ഒരു യശസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ ചുമ്മാ എപ്പോഴും പറയും പോലെ പറയുന്നതല്ല. ഇപ്പോഴത്തെ ആ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഒരു പരാജയമാണ് ലഭിക്കുന്നത്. എവിടെ പോയാലും ഒരു യശസ്സിന് പകരം നിങ്ങൾക്ക് അവിടെ വിഷമമാണ് ലഭിക്കുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് ഈ ഒരു കുറവ് മാറി നിങ്ങൾക്കിത് യശസ്സും സഫലതയും വിജയവും എല്ലാം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ജോബ് റിലേറ്റഡ് ആയിട്ട് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കുറവ് ഫേസ് ചെയ്യേണ്ടി വന്നത്. അതായത് എന്തിലും നിങ്ങൾ എന്ത് ചെയ്തിട്ടും നിങ്ങളുടെ ബിസിനസ്സിലായാലും നിങ്ങളുടെ കരിയറിലായാലും ഒരു മുന്നോട്ട് ഒരു കുതിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതിലായിരിക്കും ആദ്യം ഒരു മാറ്റം നിങ്ങൾ കാണുന്നത്. ഇവിടെ സമയം നിങ്ങളുടെ ഫേവറിൽ അല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ പരാജയങ്ങൾ കിട്ടുന്നത്. പക്ഷേ സമയം നിങ്ങൾക്ക് ഫേവർ ആകുമ്പോൾ നിങ്ങളെ ഈ ഒരു സമയം സെൻട്രൽ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് പരാജയമല്ല വിജയമാണ് ലഭിക്കാൻ പോകുന്നത്. ഇവിടെ ഒത്തിരി അപവാദങ്ങൾ കേട്ട ആളാണ് നിങ്ങൾ. പക്ഷേ സമയം നിങ്ങൾക്ക് ഫേവർ ആകുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി യശസ്സാണ് ലഭിക്കാൻ പോകുന്നത്. ഇവിടെ ചില സിറ്റുവേഷനിൽ നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലായിരുന്നു, പക്ഷേ എന്നിട്ടും നിങ്ങൾ തെറ്റുകാരാവുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു ആ സിറ്റുവേഷൻസ് എനിക്ക് ഫേവർ അല്ലാത്തത് കൊണ്ടാണ് എനിക്കിത് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന്. ഇനി സമയത്തിൻ്റെ ആ ഒരു ഫേവർ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഫേവറായിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.
ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്യാതെ തന്നെ പല ആൾക്കാരുടെയും കണ്ണിൽ നിങ്ങൾ എന്തോ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് അവർക്ക് തോന്നും ഇത് നിങ്ങളാണ് ചെയ്തത്. പക്ഷെ നിങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവത്തില്ല. പക്ഷെ അവർക്ക് തോന്നും നിങ്ങളാണ് ചെയ്തത് എന്ന്. അതായത് ഒരു വണ്ടി തള്ളാൻ വേണ്ടി കുറേ പേര് ശ്രമിക്കുന്നു. നിങ്ങൾ ഒരാൾ ചെന്ന് ആ ഒരു വണ്ടിയിൽ തൊടുമ്പോൾ തന്നെ പെട്ടെന്ന് വണ്ടി നീങ്ങുന്നു. അപ്പോൾ എല്ലാവർക്കും തോന്നും നിങ്ങളാണ് എല്ലാം ചെയ്തത് എന്ന്. നിങ്ങളാണ് ഇതിന് സഹായിച്ചത് എന്ന് എല്ലാവർക്കും തോന്നില്ല. അതേപോലെ ഇവിടെ ഉറപ്പായിട്ടും യശസ്സിൻ്റെ ആ ഒരു പ്രാപ്തി ഈ ഒരു സമയം നിങ്ങൾക്ക് ഉറപ്പായിട്ടും തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു കൈ അവിടെ എത്തുമ്പോൾ തന്നെ ആ ഒരു വർക്ക് നല്ലതായിട്ട് മാറുക, അങ്ങനെ ഒരു യശസ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്. ചില ആൾക്കാർക്ക് ഈ ഒരു കാര്യം നോട്ടീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. അതായത് അവരുടെ കൂടെ ഇപ്പോൾ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടായിരിക്കാം. അവർ എന്തോ ഒരു കാര്യം ചെയ്യുന്നു, അതിൽ അവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നു എൻ്റെ ആ ഒരു കൈ ആ ഒരു കാര്യത്തിൽ തൊട്ടപ്പോൾ തന്നെ ആ ഒരു കാര്യം സക്സസ്സിലേക്ക് പോവുകയാണല്ലോ എന്ന്. അങ്ങനെ പല ആൾക്കാർക്കും തോന്നുന്നുണ്ട്. ഇത് ജീവിതത്തിൻ്റെ ആ ഒരു ഗോൾഡൻ ടൈമാണ്, അതിൻ്റെ ആ ഒരു തുടക്കമാണിത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫേവറായിട്ട് പല കാര്യവും നടക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഒരിക്കലും പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇനി തൊട്ട് നിങ്ങൾ പേടിക്കരുത്. ഒരു സിറ്റുവേഷനും കണ്ട് ഒരു ആൾക്കാരെയും കണ്ട് പേടിക്കരുത്. സമയം നിങ്ങളുടെ മിത്രമായാൽ പിന്നെ ഒരു വ്യക്തിക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ആ ഒരു ബുദ്ധിയും ദൈവം നേരെയാക്കുന്നതാണ്. നിങ്ങൾക്ക് എതിരെ അവർ ഒരു വർക്കും ചെയ്യാതെ അവരെ നേരെയാക്കുന്നതാണ്. ഇനി സമയം വിചാരിച്ചിട്ട് അവരുടെ ബുദ്ധി നേരെയാവുന്നില്ല എങ്കിൽ ഈശ്വരൻ അവർക്ക് അവരുടെ ആ ഒരു കർമ്മത്തിനനുസരിച്ചുള്ള ബലം കൊടുക്കുന്നതാണ്. ഇനി ഓരോ ദിശയിലും നിങ്ങളെ സുരക്ഷിതമാക്കി വയ്ക്കുന്നതാണ് സമയത്തിൻ്റെ ജോലി. അതായത് ഓരോ ദിശയിലും നിങ്ങൾക്ക് എന്ത് സന്തോഷമാണോ വരേണ്ടത് ആ ഒരു സന്തോഷം കറക്റ്റാണ് നിങ്ങളുടെ അടുത്ത് എത്തിക്കുക. അതാണ് സമയം ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ദുഃഖമായിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി സഹിച്ചു നിങ്ങളുടെ ലൈഫിൽ. ഇനി അതിൻ്റെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ സഹിക്കാൻ പോകുന്നത്. അതായത് സന്തോഷമാണ് നിങ്ങൾ ഇനി സഹിക്കാൻ പോകുന്നത്. ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. അതായത് ഒരു വ്യക്തി ഭയങ്കരമായിട്ട് അവർ വിഷമം സഹിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനി അത് സഹിക്കേണ്ടത് വിഷമമല്ല, സന്തോഷമാണ്. അതുകൊണ്ടാണ് പ്രകൃതി അവർക്ക് സന്തോഷം തരുന്നത്. കാരണം അത്രമാത്രം അവർ വിഷമം സഹിച്ചു. ഇവിടെ 2025 ജൂൺ വരെ നോക്കുകയാണെങ്കിൽ കുറേ ആൾക്കാരുടെ കൂടെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത്രമാത്രം തെറ്റ് കുറേ ആൾക്കാർ അനുഭവിച്ചു. ഇവിടെ 2020, 2015, 2019 വരെയുള്ള കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചതുപോലെയുള്ള വിഷമം വേറെ ആരും അനുഭവിച്ചിട്ടുണ്ടാവത്തില്ല. 2025 വരെ അങ്ങനെ തന്നെയാണ്. ഓരോ വ്യക്തികളും അതായത് മരിച്ച് ജീവിച്ച് വരത്തില്ല, ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. അത്രമാത്രം വിഷമം സഹിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓരോ വർഷവും ഓരോ മാസവും നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ആ മാസങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച വേദന. ഓരോ വർഷത്തിലും നിങ്ങൾ കരഞ്ഞുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവമേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, സഹിക്കുന്നതിന് അപ്പുറമാണ് ദൈവം എനിക്ക് തരുന്ന വേദനകൾ, ഞാൻ എന്ത് ചെയ്യും, മരിക്കാൻ വരെ തോന്നിപ്പോവുകയാണ്. അങ്ങനെ വരെ നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വീക്ക് പോയിന്റിൽ നിങ്ങൾ ദുഃഖം അനുഭവിക്കത്തില്ല, ആ ഒരു ദുഃഖം അനുഭവിച്ച് വന്നവരാണ് നിങ്ങൾ. ഇനി ഒട്ടും സഹിക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ. ഇവിടെ 2025 മാർച്ചിൽ ചില ഗ്രഹങ്ങളുടെ ആ ഒരു ചേഞ്ചസ് ഉണ്ടായി. ആ സമയം തൊട്ട് കുറച്ചൊരു നിങ്ങൾക്കൊരു മാറ്റം വന്നു തുടങ്ങി മാർച്ചിന് ശേഷം, 2025 മാർച്ചിന് ശേഷം. ഇവിടെ ചില ആൾക്കാരുടെ ആ ഒരു ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അവർക്ക് ചിലപ്പോൾ കുറേ വർഷങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. ചില ആൾക്കാർക്ക് പെട്ടെന്നായിരിക്കും അവരുടെ ലൈഫിൽ 360 ഡിഗ്രി ചേഞ്ചസ് വരുന്നത്. ഓരോരുത്തരുടെ ആ ഒരു സമയം അനുസരിച്ചാണ് അത് വരുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, രാത്രി ഉറങ്ങി എണീച്ച് രാവിലെ ആകുമ്പോൾ കോടീശ്വരനാകുന്നു ലോട്ടറി അടിച്ചിട്ട്. അതൊക്കെ അവരുടെ ആ ഒരു സമയത്തിൻ്റെ ആ ഒരു ഇതാണ്. നമ്മുടെ ആ ഒരു സമയം നമുക്ക് ഫേവർ ആകുമ്പോഴാണ് നമ്മുടെ ലൈഫിലും നല്ലൊരു ജീവിതം സംഭവിക്കുന്നത്. പക്ഷേ ഇനി നിങ്ങൾക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. കാരണം നിങ്ങൾ ആ ഒരു വെയിറ്റിംഗ് എനർജി കഴിഞ്ഞ് വന്നവരാണ്. അത്രമാത്രം നിങ്ങൾ വിഷമങ്ങൾ അനുഭവിച്ച് വന്നവരാണ് നിങ്ങൾ. ഇനി നിങ്ങളുടെ ആ ഒരു സമയം വരാൻ പോകുന്ന സമയം ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് യശസ്സും സക്സസ്സും ബഹുമാനവും എല്ലാം എല്ലായിടത്തുനിന്നും ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കുറേ വർഷങ്ങൾ വേണ്ടി വരും. ആ ഒരു സ്ഥാനത്ത് നിങ്ങൾ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ ആ ഒരു സക്സസ് കൈവരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഏത് രീതിയിലാണോ നിങ്ങളുടെ സമയം മാറുന്നത് അതനുസരിച്ച് ഓരോ ദിവസവും നിങ്ങൾക്ക് ഗ്രോത്തിന്മേൽ ഗ്രോത്ത് ആയിരിക്കും കൊണ്ടുവരുന്നത്.
ഇനി നിങ്ങളുടെ ആ ഒരു സമയത്തെ നല്ല രീതിയിൽ നിങ്ങൾ ജീവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് ഒരു വിഷമം, സങ്കടം, ഓരോ ദിവസവും തള്ളി നീക്കാൻ പാട് അങ്ങനെ ആയിരിക്കത്തില്ല. ഓരോ സമയവും നിങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ജീവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും, എനിക്ക് ഓരോ നിമിഷവും ഓരോ ദിവസവും നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടാവും. ഇവിടെ നിങ്ങളുടെ കാര്യങ്ങൾ നേരെയാവുമ്പോൾ ഇത്രമാത്രം ദൈവത്തിനോടൊരു വിശ്വാസം നിങ്ങൾക്ക് വരും. നിങ്ങളുടെ ഓരോ നിമിഷവും നിങ്ങൾ വിശ്വസിക്കും, ഈ ഒരു സമയം എനിക്ക് ഫേവറായിട്ടാണ്, അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യാനും എനിക്കൊരു പേടിയുമില്ല എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടാവും. ഇവിടെ സമയം മുന്നോട്ട് പോകുന്നതനുസരിച്ച് സ്റ്റെബിലിറ്റിയോട് കൂടി നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പോസിറ്റിവിറ്റിയുടെ ബലം ഇത്രമാത്രം നിങ്ങളുടെ കയ്യിലുണ്ടാകും. എത്ര നെഗറ്റിവിറ്റി വന്നാലും ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് തിരികെ പോകും. കാരണം അത്രമാത്രം പോസിറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും. ഇവിടെ നമ്പർ 55 നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അൺഎക്സ്പെക്റ്റഡായിട്ട് ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുകയാണ് എന്നാണ് അർത്ഥം. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു പരിവർത്തനം ഉണ്ടാവാൻ പോകുകയാണ്. ആ ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരുന്നതാണ്. ഈ ഒരു പരിവർത്തനത്തെ തടയാൻ ആർക്കും തന്നെ സാധിക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇനി ദുഃഖമല്ല, സന്തോഷമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. പൂർണ്ണമായിട്ടും ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഒരിക്കലും നിങ്ങൾ പഴയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കത്തില്ല. കാരണം അത് ഓർമ്മിക്കാൻ സമയം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. ഇവിടെ ഓരോ ദിവസവും സ്റ്റെബിലിറ്റിയിലോട്ടാണ് നിങ്ങളുടെ ലൈഫ് പോകുന്നതെങ്കിൽ അങ്ങനെയുള്ള സമയം നിങ്ങൾ ദൈവത്തിനോട് ഉറപ്പായിട്ടും നന്ദി പറയേണ്ടതാണ്. കാരണം ഇങ്ങനൊരു ലൈഫ് ഞാൻ ഇതുവരെയും ജീവിച്ചിട്ടില്ല ദൈവമേ, ഇങ്ങനൊരു ലൈഫ് എനിക്ക് തന്നതിന് ഒത്തിരി നന്ദിയുണ്ട് എന്ന് ദൈവത്തിനോട് നന്ദി പറയേണ്ടതാണ് നിങ്ങൾ. പിന്നെ പറ്റുമെങ്കിൽ ആഹാരം ഉണ്ടാക്കുമ്പോൾ 2 ചപ്പാത്തി അല്ലെങ്കിൽ കുറച്ച് ചോറ്, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഉച്ചയ്ക്ക് ചോറുണ്ടാക്കുന്നതിൽ കുറച്ച് ചോറ് ആർക്കെങ്കിലും, അതായത് നിങ്ങൾക്കറിയാം അവർക്ക് ചോറ് ഇല്ല, അവർക്ക് കഷ്ടപ്പെട്ടാണ് ഉള്ളത്, അവരുടെ അതിനുള്ള പൈസ ഇല്ല എന്ന് തോന്നുന്ന ആൾക്കാരില്ല, അവർക്ക് 2 പേർക്കെങ്കിലും നിങ്ങളെക്കൊണ്ട് ഒരു പൊതി ചോറ് ഉച്ചയ്ക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിങ്ങൾ കൊടുക്കുക. അതായത് പ്രത്യേകം ഓർമ്മിക്കണം, ആവശ്യമുള്ളവർക്ക് മാത്രം കൊടുക്കുക, ആവശ്യമില്ലാത്തവർക്ക് കൊടുക്കരുത്. വെറുതെ കളയാൻ വേണ്ടി നിങ്ങൾ കൊടുക്കരുത്. അവർക്ക് കൊടുത്ത് അവർ കഴിക്കും എന്നുള്ള തോന്നുന്ന ആൾക്കാരില്ലേ, അവർക്ക് കൊടുക്കുക. അത് നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ ഒരാളുടെ വയറ് നിറയ്ക്കാൻ പറ്റുമെങ്കിൽ അതിൽ പരം പുണ്യം വേറെയില്ല. പിന്നെ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ആരെങ്കിലും നിങ്ങളെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർ പറയുന്നത് കേൾക്കണ്ട, നിങ്ങൾ വീണ്ടും ഈ ഒരു കാര്യം ചെയ്യുക. കാരണം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില ആൾക്കാർ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും, അവരെ വാക്കുകൾ നിങ്ങൾ കേൾക്കണ്ട. ഇനി നിങ്ങളുടെ ആ ഒരു ഡിസിഷൻ പവർ വളരെ വലുതാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷൻസ് എത്ര മോശമായാലും നിങ്ങളുടെ മനസ്സിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര മോശം സിറ്റുവേഷൻ വന്നാലും നിങ്ങൾക്കതിനെ ഫേസ് ചെയ്യാൻ സാധിക്കുന്നു. ഇത്രയും നല്ല ഒരു അറിവ് നിങ്ങളുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആ ഒരു തീരുമാനം നിങ്ങൾക്ക് സക്സസ് കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തോ വലിയൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ പോവുകയാണ്, എന്തോ വലിയൊരു പർച്ചേസ് നിങ്ങൾ ചെയ്യാൻ പോവുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇത് മനസ്സറിഞ്ഞ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി നിങ്ങളോട് വളരെ മോശം രീതിയിൽ പെരുമാറി, അവർ ഒരിക്കലും നിങ്ങളോട് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരു മര്യാദയ്ക്കപ്പുറം പോയി ഒരു മോശം രീതിയിലുള്ള സംസാരമാണ് ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതായത് മനഃപൂർവ്വമായിട്ട് നിങ്ങളെ താഴ്ത്തി പറയുന്ന രീതിയിൽ വളരെ മോശമായിട്ടുള്ള വാക്കുകൾ അവർ നിങ്ങൾക്ക് നേരെ യൂസ് ചെയ്തു. അതായത് സ്വയം നിങ്ങൾക്ക് ഹേർട്ടാവണം ആ രീതിയിൽ അവർ വാക്കുകൾ പ്രയോഗിച്ചു നിങ്ങളോട്. അതായത് മറ്റുള്ളവരുടെ മുന്നിൽ വളരെ മോശം രീതിയിലുള്ള ശബ്ദമാണ് നിങ്ങൾക്ക് നേരെ അവർ പ്രയോഗിച്ചത്. അതായത് നിങ്ങൾ ഇത്തരക്കാരിയാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്തരക്കാരനാണ് എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. ഇപ്പോൾ ആ ഒരു വ്യക്തി നേരിട്ട് വന്ന് നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം. അപ്പോൾ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ച ആ ഒരു വ്യക്തി നേരിട്ട് നിങ്ങളോട് വന്ന് മാപ്പ് ചോദിക്കുന്നതാണ്. ഇവിടെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരാറാകുമ്പോൾ നിങ്ങൾക്ക് ബ്ലൂ കളറിലുള്ള ചിത്രശലഭങ്ങൾക്കുള്ളതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു റീഡിംഗ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളോട് മാപ്പ് ചോദിക്കത്തില്ല എന്ന്. പക്ഷേ ഈ വ്യക്തി തന്നെ നിങ്ങളോട് വന്ന് മാപ്പ് ചോദിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിവൈൻ ടൈം നമ്മുടെ അടുത്ത് എത്തുമ്പോഴാണ് നമ്മുടെ ആ ഗോൾഡൻ ടൈം എന്ന് പറയുന്നത്, ഡിവൈൻ ടൈം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ഈ ഒരു സമയം നമ്മളെ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ ഇത്രയും നാൾ നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ വിഷമിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു പ്രോബ്ലത്തിനുള്ള ആ ഒരു റിസർച്ച് ചെയ്യുന്ന ആ ഒരു സമയം, അത് ആ റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് പരിഹാരവും ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അങ്ങനെ ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ ദൈവം നിങ്ങളെ വിടത്തില്ല. നല്ലൊരു ജീവിതം ജീവിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഇനി തൊട്ട് നിങ്ങൾക്ക് ഏഞ്ചൽ നമ്പേഴ്സ് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഓരോ സമയത്ത് ഓരോ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ സമയം ഇങ്ങനെ പോവുകയാണ്. ഈ ഒരു സമയം നിങ്ങൾ എന്തോ വലിയൊരു ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഒരു വലിയൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടി നിങ്ങളുടെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആകുമ്പോൾ മാത്രമേ നിങ്ങളുടെ ലൈഫ് സാധാരണ ലൈഫിൽ നിന്ന് അസാധാരണ ലൈഫിലേക്ക് പോവുകയുള്ളൂ. ഇവിടെ ഇങ്ങനൊരു അസാധാരണ ലൈഫിലായിരിക്കും നിങ്ങൾ ഇതുവരെ ഇങ്ങനൊരു ലൈഫ് ജീവിച്ചിട്ടില്ലാത്ത രീതിയിൽ ജീവിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആ ഒരു ആക്ഷൻ, ആ ഒരു നല്ല സമയത്ത് നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വളരെ നല്ല ഒരു വേയിൽ നിങ്ങളുടെ ലൈഫ് മാറും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കുട്ടികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, പരീക്ഷ എന്തൊക്കെയാണോ നിങ്ങളുടെ പ്രശ്നം, ജോലി ലഭിച്ചില്ല, ആ കാര്യത്തിലൊക്കെ ഒരു നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ ഉണ്ടാവുന്നതായിട്ട്, സ്കോളർഷിപ്പ് ലഭിക്കുന്നതായിട്ട്, കുട്ടികൾക്ക് ജോലി ലഭിക്കുന്നതായിട്ട്, പഠിച്ച ഒരു പരീക്ഷയിൽ ജയിക്കുന്നതായിട്ട്, അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന് ക്യാഷിൻ്റെ വ്യവസ്ഥ വേണം എങ്കിൽ യൂണിവേഴ്സ് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ അടുത്ത് ക്യാഷ് എത്തിക്കാനുള്ള വ്യവസ്ഥ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കുട്ടികളുടെ മാരേജ്, പൈസ വേണം, അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ യൂണിവേഴ്സിൻ്റെ ആ ഒരു ഇത് വെച്ച് നിങ്ങൾക്ക് ഒരു ക്യാഷ് എവിടെന്നെങ്കിലും ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് തോന്നും എല്ലാ വഴിയും അടഞ്ഞുപോയി എന്ന്. പക്ഷേ ഏതെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് തുറക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് സ്വയം നിങ്ങൾക്ക് ഒരു വഴി തെളിഞ്ഞ് കിട്ടുന്നതായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ദൈവം കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഈ രീതിയിൽ ഒരു വഴി തെളിഞ്ഞ് കിട്ടിയത് എന്ന്. പിന്നെ നിങ്ങൾ എന്ത് കാര്യമാണോ ഭയങ്കരമായിട്ട് ടെൻഷനിൽ ചെയ്തുകൊണ്ടിരുന്നത്, ആ ഒരു കാര്യം ഇനി വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എന്ത് കാര്യത്തിനെ കുറിച്ചാണോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉള്ളത്, ആ ഒരു കാര്യമാണ് വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ നടക്കാൻ പോകുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ ആ ഒരു ആശീർവാദം നിങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എന്ന് ദൈവം പറയുന്നത് നിങ്ങളോട്. അപ്പോൾ കുറച്ച് ഒന്ന് ദൃഢ മനസ്സോടെ ഇരിക്കുക. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവം കൂടെയുണ്ട്. അതുകൊണ്ട് നല്ലത് മാത്രമേ നിങ്ങൾക്ക് നടക്കുകയുള്ളൂ. എപ്പോഴും എവിടെയെങ്കിലും ഒടിഞ്ഞ് തൂങ്ങി ഇരുന്ന് വിഷമിച്ച് താടിയിലും കൈയും വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന എനർജി അല്ല എനിക്ക് വേണ്ടത്. വളരെ എനർജറ്റിക്കായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളെയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും എവിടെയെങ്കിലും ഇങ്ങനെ വിഷമിച്ച് താടിയിൽ കൈയും വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു എനർജിയിൽ നിന്ന് മാറുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആ ഒരു എനർജി നേരെയാക്കാൻ വേണ്ടി ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. കുക്കിംഗ് ആണ് ഇഷ്ടമെങ്കിൽ കുക്കിംഗ് ചെയ്യുക, ഡാൻസ് ആണ് ഇഷ്ടമെങ്കിൽ ഡാൻസ് ചെയ്യുക, പാട്ട് കേൾക്കുന്നത് ഇഷ്ടമെങ്കിൽ പാട്ട് കേൾക്കുക. എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ചെയ്യുക. ഗാർഡനിങ് ആണെങ്കിൽ ഗാർഡനിങ്, എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം അത് ചെയ്ത് നിങ്ങളുടെ മനസ്സും ശരീരവും ഹാപ്പിയാക്കി വെക്കാൻ ശ്രമിക്കുക. അല്ലാതെ എപ്പോഴും നമ്മളിങ്ങനെ വിഷമിച്ചിരുന്ന് നമുക്ക് അടുത്ത സമയം കിട്ടാൻ പോകുന്ന അതായിരിക്കും. മറിച്ച് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത നിമിഷം ലഭിക്കാൻ പോകുന്ന ഹാപ്പിനെസ് ആയിരിക്കും. ഇവിടെ നിങ്ങളുടെ പവർഫുള്ളായിട്ടുള്ള ആ ഒരു ഡിവൈൻ ടൈം വന്നെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ദൈവമേ എനിക്ക് സന്തോഷം ലഭിക്കുമ്പോൾ എൻ്റെ ചുറ്റിലുമുള്ളവർ അവർ ഒട്ടും തന്നെ സഹിക്കത്തില്ല, അവർക്ക് ദേഷ്യം തോന്നും എന്നോട് എന്ന്. അപ്പോൾ നിങ്ങൾ ഇത്രമാത്രം വിചാരിക്കുക, ഈ ലോകത്തിൻ്റെ തന്നെ ഉടമസ്ഥനായ ഈശ്വരൻ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ആര് നിങ്ങൾക്ക് സന്തോഷം കിട്ടി അതിൽ വിഷമിച്ചാലും കുഴപ്പമില്ല, ഈശ്വരൻ സന്തോഷമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കാരണം അദ്ദേഹം എപ്പോഴും നിങ്ങളെ കൈവിടാതെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളുടെ സങ്കടത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവത്തില്ല, നിങ്ങളുടെ സന്തോഷത്തിൽ ചിലപ്പോൾ കൂടെ ഉണ്ടാവും. പക്ഷേ ഈശ്വരൻ അങ്ങനെയല്ല, സങ്കടത്തിലും സന്തോഷത്തിലും രണ്ട് സമയവും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ നല്ല ജീവിതം കണ്ടിട്ട് ആര് സന്തോഷിച്ചാലും സന്തോഷിച്ചില്ലെങ്കിലും നിങ്ങൾ ഇത്രമാത്രം ചിന്തിക്കുക, എൻ്റെ ഈശ്വരൻ സന്തോഷിക്കുന്നുണ്ടല്ലോ, അത് മാത്രം മതി എനിക്ക് എന്ന്. ഇവിടെ ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടണമെന്നാണ് എങ്കിൽ ഈ ലോകം തന്നെ എതിർത്താലും ദൈവം ആ ഒരു സന്തോഷം നിങ്ങൾക്ക് തരുന്നതാണ്. 000 നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ വിചാരിക്കുക, ഒരു പൂർണ്ണമായിട്ടുള്ള സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. അതായത് ഒരു ദുഃഖത്തിൻ്റെ അവസാനം ഉണ്ടായിട്ട് ഇനി ഒരു പൂർണ്ണമായിട്ടുള്ള സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് എന്നാണ്.
ഇവിടെ 7 ഹോഴ്സിൻ്റെ ആ ഒരു എനർജി കാണാൻ സാധിക്കും കൂടുതലായിട്ട് നിങ്ങൾക്ക്. അതായത് 7 കുതിരകൾ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നതായിട്ടുള്ള ആ ഒരു എനർജി. ധനധാന്യം കൊണ്ട് പരിപൂർണമായിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാകും. ഇതുകൂടാതെ സുഖം ഒരു വ്യക്തിക്ക് അതിതീവ്രമായിട്ട് ലഭിക്കുന്ന ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഈ സന്തോഷവും വേണം ആ സന്തോഷവും വേണമെന്ന് ദൈവത്തിനോട് നിങ്ങൾ പറയത്തില്ലേ, ആ ഒരു ലിസ്റ്റ് ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ആ ഒരു ലിസ്റ്റ് അനുസരിച്ച് എല്ലാ കാര്യവും പൂർണ്ണമാകുന്നതാണ്. ഇവിടെ ബ്ലാക്ക് ഓർ വൈറ്റ് കളർ കോമ്പിനേഷൻ കാണുക, അല്ലെങ്കിൽ മാരേജ് സമയത്ത് പൂക്കൾ ഡെക്കറേഷൻ ചെയ്യത്തില്ലേ, ഒത്തിരി പൂക്കൾ കൊണ്ട് ഡെക്കറേഷൻ ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുക, അല്ലെങ്കിൽ ഗാർഡൻ കാണുക, ഗാർഡനിൽ നിറച്ച് പൂക്കൾ നിൽക്കുന്നതായിട്ട്. ഇതെല്ലാം വരാൻ പോകുന്ന ആ ഒരു നല്ല സമയത്തെക്കുറിച്ചുള്ള ഇതാണ്. ഇല്ലെങ്കിൽ വൈറ്റ് കളറിലുള്ള പൂക്കൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കുക നിങ്ങൾക്ക്, അതും നല്ല ഒരിതാണ്. അപ്പോൾ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുകയാണ്. കുറച്ച് ഈശ്വരനിൽ നിങ്ങൾ ട്രസ്റ്റ് വയ്ക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾ ഒത്തിരി പെയിൻ സഹിച്ചു, പക്ഷേ നിങ്ങൾ ആ ഒരു ഫിയറിൽ നിന്ന് ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ആ ഫിയറിൽ നിന്ന് പുറത്ത് വരാൻ ശ്രമിക്കുക നിങ്ങൾ. ഇവിടെ കുറച്ചൊന്ന് ഈശ്വരനിൽ ബിലീവ് വയ്ക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ബിലീവ് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം കാര്യങ്ങൾ ഏത് രീതിയിലാണ് മാറുന്നത് എന്ന്. അതുകൊണ്ട് കുറച്ചൊന്ന് ഈശ്വരനിൽ വിശ്വസിക്കുക നിങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു ഡ്രീമുണ്ട്. ആ ഒരു ഡ്രീം നിങ്ങൾക്ക് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഡ്രീമിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. എന്തോ ഗവൺമെൻറ് ജോലി നിങ്ങൾ സ്വന്തമാക്കണമെന്നുണ്ട്. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ഏറ്റവും വലിയ സക്സസ് വേണം, നെയിം ഫെയിം വേണം നിങ്ങൾക്ക്. ഇല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കഴിവ് വെച്ച് എന്തെങ്കിലും ഒരു സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളായി മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. എന്തായിക്കൊള്ളട്ടെ നിങ്ങളുടെ ആഗ്രഹം, അത് നിങ്ങൾക്ക് സാധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതിനു വേണ്ടി ഗോ ഹെഡ് ആണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ഒരിടത്തും സ്റ്റക്കായിട്ടിരിക്കാൻ പാടില്ല. നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ ആഗ്രഹത്തിന് പിറകെ. ഉറപ്പായിട്ടും ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സാധിക്കാൻ സാധിക്കുന്നതാണ്. എത്രത്തോളം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമോ അത്രത്തോളം നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുന്നതാണ്. ഇവിടെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ വളരെ നല്ല ഒരു ജീവിതം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു സമൂഹത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന ആളായിട്ട് മാറാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക്. അതായത് ചെറിയൊരു സക്സസ് അല്ല നിങ്ങളെ കാത്തിരിക്കുന്നത്, വലിയൊരു സക്സസ് ആണ്. കാരണം നിങ്ങൾ ആ ഒരു സക്സസ് ഡിസർവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സക്സസ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ സാധാരണ ലൈഫിൽ നിന്ന് അസാധാരണ ലൈഫിലേക്ക് നിങ്ങൾ ചേഞ്ച് ആവുമെന്ന്. കാരണം അത്രയ്ക്ക് സ്നേഹവും ആൾക്കാരുടെ സപ്പോർട്ടും ബഹുമാനവും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾ മാറുന്നതാണ്. നിങ്ങളുടെ പെയിനെ തന്നെ നിങ്ങൾ പവറാക്കി മാറ്റേണ്ടതാണ്. അങ്ങനെ തന്നെ പോകണം. കാരണം നമ്മൾ അനുഭവിച്ച പെയിനാണ് നമ്മുടെ പവർ. ഇവിടെ നിങ്ങൾ വളരെ പവർഫുള്ളായിട്ട് ഒരു എനർജിയിലുള്ള ആളാണ്. കാരണം വളരെ ജന്മങ്ങളായിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു ശക്തിയുടെ കൂട്ടുണ്ട്. ആ കൂട്ട് നിങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് എൻ്റെ കൂടെ ഒരു എനർജി ഉണ്ട്, ആ ഒരു എനർജി എന്നെ സഹായിക്കുകയാണ്. ഇനി ആൾക്കാർക്ക് ആഗ്രഹിച്ചാൽ പോലും നിങ്ങളെ ഒന്നും മോശം പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു എനർജി നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു എനർജി നിങ്ങളെ എപ്പോഴും രക്ഷിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ നിങ്ങളുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു ജീവിതം തന്നെ മാറ്റും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.